എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വിശ്വാസങ്ങളെക്കുറിച്ചാണ്. വിശ്വാസങ്ങൾ എന്നത് കാലാന്തരങ്ങളായി നിലനിർത്തിപ്പോകുന്ന ഒന്നാണ്. വിശ്വാസം അതല്ലേ എല്ലാം. എനിക്കൊന്നിലും വിശ്വാസമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദി പോലും വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന വാക്ക് ഇന്ന് പലതരത്തിലും അന്ധവിശ്വാസമായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാലങ്ങൾക്ക് മുമ്പ് മറ്റുള്ളവർ ഉപദേശിച്ചു തന്നതും മുന്നിൽ കാട്ടിത്തന്നതുമായ കാര്യങ്ങൾ ഇന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി കൊണ്ടു നടക്കുന്നു എന്നുള്ളത് ഓരോ മനുഷ്യനും പരിതാപകരമായ ഒരവസ്ഥയായിട്ട് ഇന്ന് പരിണമിക്കുന്നു എന്നതാണ് സത്യം. അതിന് മനസ്സിലാവുന്ന തരത്തിൽ ഒരു കഥ പറയാം. നമ്മുടെ എല്ലാം വീട്ടിൽ തന്നെ പിതൃക്കൾക്ക് അന്നം വിളമ്പുന്ന ഒരു ചടങ്ങ് നടത്താറുണ്ട്. കർക്കിടക സംക്രാന്തി, മറ്റു വിശേഷ ദിവസങ്ങൾ, ഓണം, വിഷു പോലുള്ള വിശേഷ ദിവസങ്ങൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ തയ്യാർ ചെയ്ത ആഹാരം വീടിൻ്റെ ഒരു റൂമിൽ നമ്മൾ വിളമ്പിയതിനു ശേഷം ആ റൂം അടച്ചിടുകയും അവർ ഭക്ഷണം കഴിച്ച് പോകാനുള്ള ഒരു സമയം കൊടുക്കുകയും അതിനുശേഷം വാതിൽ നമ്മൾ തുറന്ന് പുഷ്പമർപ്പിച്ച് നമ്മളത് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇത്തരത്തിലൊരു വീട്ടിൽ ഇന്നത്തെ കാലത്തെ പോലെയല്ല, അന്നെല്ലാം തന്നെ ഓട്ടുപരകളായിരുന്നു. ഓടിട്ട വീടുകളിൽ ചുമരെല്ലാം തന്നെ, ഉള്ളിലുള്ള ചുമരുകളെല്ലാം തന്നെ പകുതി ഉയരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ചയെ ഈ വിളമ്പുന്ന സമയത്ത് പൂച്ച ചുമരൻ്റെ മുകളിൽ കൂടി കയറി ഇത് ഇത് കഴിക്കരുത് എന്നുള്ള ചിന്തയോടുകൂടി പൂച്ചയെ ഒരു കൊട്ടയിട്ട് കമത്തും. എന്നതിന് ശേഷം ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പൂച്ചയെ കൊട്ട തുറന്നു വിടും. ഇത് കാലങ്ങൾ കടന്നുപോയതിന് ശേഷം ആ വീട്ടിലെ പിതൃക്കന്മാർ, പ്രായമായവർ മരിക്കുകയും അതിനുശേഷം അവിടുത്തെ അടുത്ത തലമുറയിൽപ്പെട്ട മക്കൾ ഈ കാര്യം ചെയ്യുകയും ചെയ്തു പോരുന്നു. അതിനിടയിൽ ഒരു വർഷം ഇത് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള പൂച്ച മരണപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള വീടുകളിലെല്ലാം തന്നെ പൂച്ചയെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്തിനാണ് പൂച്ച എന്ന് ഒരാൾ ആരാഞ്ഞ സമയത്ത് ഈ വിളമ്പുന്നതിനൊക്കെ തൊട്ട് മുമ്പ് ഒരു പൂച്ചയെ കൊട്ടയിട്ട് കമിഴ്ത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് നടത്താൻ വീട്ടിൽ പൂച്ചയില്ല, അതിനു വേണ്ടിയാണ് പൂച്ചയെ അന്വേഷിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ആ പരമ്പര, മുൻപുള്ള പരമ്പര ചെയ്തത് എന്താണെന്നോ അത് എന്തിനാണെന്നോ ബോധ്യമില്ലാത്തവരായി എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇന്നുള്ള തലമുറയിലെ പലരും മുൻകാലങ്ങളിൽ ചെയ്തു പോന്നിരുന്ന പല കാര്യങ്ങളും എന്തിനാണ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കാതെ, അല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മുൻപുള്ളവർ അത് കാണിച്ചു കൊടുക്കാതെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാതെ ഇന്ന് അബദ്ധങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹത്തിലുള്ളവർ. അപ്പോൾ അത്തരം അറിവുകളെയാണ് നമ്മൾ ശാസ്ത്രീയപരമായി അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നന്ദി, നമസ്തേ.